എന്താണ് കുറേ കാലമായാലും പിടിയേറാതെ നടക്കണ? പ്ലീസ്, ഞങ്ങൾ പറഞ്ഞതല്ലേ ഞങ്ങൾക്ക് കുറച്ച് സമയം തരണമെന്ന്. പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്? എത്ര സമയം തന്നു സുധമോളെ നിനക്ക്? ഒന്നും നടന്നില്ലല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, ചെന്ന് വണ്ടി കയറി, നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയിടാം. എന്താ നിനക്കൊരു വൈക്ലഭ്യം? വാ. എങ്ങോട്ടാണ് നീ ഓടുന്നേ? പറടാ, അമൃത നീ എവിടെ ഒളിപ്പിച്ച? ഏത് അമൃത? എനിക്കറിയാൻ പാടില്ല സാറേ, ഞാൻ പലിശക്ക് പണം കൊടുക്കുന്ന ആളാ. പലിശക്കാരനാ? അപ്പൊ താനല്ല അമൃതനെ തട്ടിക്കൊണ്ടുപോയത്? അല്ല, പിന്നെ എന്തിനാണോ താൻ സ്കൂളിൽ അവളെ ഫോളോ ചെയ്തത്? സത്യം പറഞ്ഞോ, അല്ലെങ്കിൽ തന്നെ ഇവിടെ തല്ലും. അയ്യല്ല സാറേ, ഈ സുധ 1,00,000 റുപ്യ പലിശക്ക് മേടിച്ചപ്പോൾ അത് കിട്ടാതായപ്പോൾ ഞാൻ ആ കുട്ടീനെ വരട്ടി എന്നുള്ള സത്യമാണ്. അല്ലാതെ മിസ്സിംഗ് കേസുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. സാറേ മഹാകള്ളനാണോ? അങ്ങനെ പൊട്ടിച്ചല്ലേ? അയാൾ പറഞ്ഞ സത്യമാണ്. ഞാൻ അയാൾക്ക് പൈസ കടം കൊടുക്കണ്ടായിരുന്നു. അതെല്ലാരും അറിയാം, നാണക്കേടാവെന്ന് വിചാരിച്ചിട്ടാ ഞാൻ എന്നോട് കളവ് പറഞ്ഞു. ഈ കാര്യം മറച്ചു വെച്ചുകൊണ്ട് എന്തുണ്ടായേ? ഞങ്ങളുടെ അന്വേഷണം വഴിതെറ്റിപ്പോയില്ലേ? വൈകുന്ന ഓരോ നിമിഷവും അമൃതയുടെ ജീവാപകടത്തിലാണ്. അവനറിയാം, അവൻ അടച്ചു വിട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ വെക്കുക കേട്ടോ. ഇതിനുള്ളിലേക്ക് ഒരു ഉറുമ്പ് കയറുന്നുണ്ടോ നോക്കൂ. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. നോക്കുക, ബ്ലഡ് കണ്ടില്ലേ? പനിയൊക്കെ മാറും കേട്ടോ. ഇതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം മോൻ്റെ അസുഖം എന്താ നോക്കിയിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം കേട്ടോ. റിസൾട്ട് നാളേക്കാണ് വരിക കേട്ടോ. ഓക്കെ, ശരി, പോയി. ആ സുധേച്ചി, എന്ത് പറ്റി? ഡോക്ടർ, എന്റെ മോളെ കുറിച്ച് ഒരു വിവരമില്ല. ചേച്ചിക്ക് അറിയേണ്ട ചേച്ചി, ഞാൻ നമ്മുടെ SP സാർ ഒന്നും കൂടി ഒന്ന് വിളിക്കട്ടെ കേട്ടോ. 1 മിനിറ്റ്, നമ്മുടെ കേസിൻ്റെ കാര്യം എന്താ നോക്കാം. ഹലോ സാറേ, ഞാൻ ഡോക്ടർ ഫിലിപ്പാണ്. നമ്മളുടെ അമൃത മിസ്സിംഗ് കേസ് എന്തായി? അവിടെ കുട്ടിയുടെ അമ്മ വന്നിട്ട് നല്ല കരച്ചിലാണ് ഇവിടെ. ഓക്കെ, താങ്ക് യു സാർ, ഞാൻ പറയാം. കേട്ടില്ലേ, അന്വേഷണം ഊർജിതമായിട്ട് നടക്കുന്നുണ്ട്. ചേച്ചി ധൈര്യമായിട്ടിരിക്കും. എക്സാം കഴിഞ്ഞിട്ട് എത്ര നേരമായി? ഞാൻ വിചാരിച്ച പോലെ കടയിലും കയറി ഇരിക്കുന്നത്. അതെന്നും വരുന്ന ബസ് മിസ്സായി. പിന്നെ കിട്ടിയ ബസ്സിന് കയറി പോകുന്ന കയറ്റത്തിൽ ഇറങ്ങി. വൈകിയപ്പോ ഞാനൊന്ന് പേടിച്ചു. മനസ്സിലാകില്ല. അല്ല, ഞാൻ അവന്റെ ഓരോ മൂവ്മെന്റ് രേഖപ്പെടുത്തിയിരുന്നു. മാറ്റണം.
കണ്ടോ അമലിന് ഈ ഹോസ്പിറ്റലിലായിട്ട് എന്തോ ഒരു ടൈപ്പ് ഉണ്ട്. ആ അറ്റൻഡർക്ക് ഇവൻ എന്താ കൊടുത്തത് നമുക്കറിയണം. അത് ഈ ഹോസ്പിറ്റലിനകത്ത് എങ്ങനെയെങ്കിലും കയറി പറ്റും. അതെങ്ങനെ പറ്റും സാറേ? അവിടെ മുഴുവൻ സ്റ്റാഫല്ലേ? അതിന് വഴിയുണ്ട്. എന്ത് വഴി? എന്താ സാറേ ഇങ്ങനെ നോക്കാം? ഡോക്ടർ ഡോക്ടർ മകനൊരു അനിയനാണ്. കരിക്കട പഠിത്ത എനിക്ക് വരാം. പകുതി ആയപ്പോ 10 പറഞ്ഞ താഴെ വീഴും. ഡോക്ടർ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്മിറ്റ് ആക്കണം. ഡോക്ടർ എപ്പോഴാ പോണേ? ഇപ്പൊ ഒരു അരമണിക്കൂർ മുന്നേ. എവിടെ വേദന ഇത് മാറ്റാം? ഇവിടെ വേദന. എന്റെ വീട്ടിലാണ് ആരും ഇല്ല. ആകെ ഒരു അച്ഛൻ തളർന്ന് കിടപ്പിലാണ്. വീട്ടിൽ ഒരു കഴിച്ചില്ല. ഡോക്ടർ ഒന്ന് അഡ്മിറ്റ് ചെയ്യണം. ഒരു കാര്യം ചെയ്യും. എന്താ പേര്? സുബീഷ്. സുബീഷ്. ഞാൻ തൽക്കാലേ ഒന്ന് എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊടുത്തു. അയ്യോ സൂക്ഷിച്ചു സൂക്ഷിച്ചു. വകേര ചേട്ടൻ പോലെ. അയ്യോ ഏജന്റ് പി, നീ അവൻ ഇവിടെ കിടന്ന് വാച്ച് ചെയ്യണം. അവൻ ആരൊക്കെ കാണൂ, എന്തൊക്കെ ചെയ്യുന്നു എല്ലാം നീ ഇവിടെ നിരീക്ഷിക്കണം. പിന്നെ എന്തെങ്കിലും സംശയം തോന്നി അപ്പം നീ എന്നെ വിളിക്കണം. അവന്റെ പുറത്തെ ആക്ടിവിറ്റീസ് ഞാൻ പുറത്തിരുന്ന് വാച്ച് ചെയ്യാം. ഓക്കെ ഓക്കെ സോറി സാറേ. സാറേ അല്ല ഓറഞ്ചോ മുന്തിരിയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുതരാം കേട്ടോ. ദിയ, അതിൽ തന്നെ നോക്കിയിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ നോക്ക്. എന്നാ പിന്നെ ചേച്ചി കണ്ടുപിടിക്ക. വാള് ചന്ദ്രകല. ഇതിപ്പോ കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലാവണില്ല. ആ, അതാണ് എന്റെ അവസ്ഥ. നമുക്ക് ജെമിനിനോട് ചോദിച്ചാലോ? ജെമിനിക്ക് ജെമിനി ചോദിച്ചോ. ജെമിനി, ഈ കാണുന്നത് എന്താണെന്നൊന്ന് പറയാമോ? ഇതൊരു വാളും ചന്ദ്രകലയുമുള്ള ഒരു ചിഹ്നമാണല്ലോ. പശ്ചാത്തലത്തിൽ കാണുന്നത് ഒരു ഭൂപടമാണെന്ന് തോന്നുന്നു. ഇതേതെങ്കിലും പ്രത്യേക രാജ്യത്തിന്റെയോ സംഘടനയുടെയോ ചിഹ്നമാണോ എന്നറിയണമെങ്കിൽ അതേക്കുറിച്ച് കൂടുതൽ അറിയേണ്ടി വരും. എന്തെങ്കിലും പ്രത്യേക കാര്യം അറിയാനുണ്ടോ? ഈ വാളിന് ചുറ്റും കാണുന്ന മഞ്ഞ നിറമുള്ള വര എന്താണ്? ആ ഭൂപടം പഴയ തിരുവിതാംകൂർ സാമ്രാജ്യത്തിന്റെ ആണെന്നാണ് തോന്നുന്നത്. ഇന്നത്തെ കേരളത്തിന്റെ തെക്കൻ ഭാഗങ്ങളും തമിഴ്നാടിന്റെ ചില ഭാഗങ്ങളും ചേർന്നതായിരുന്നു അത്. ചിഹ്നത്തിലെ വാളുകളും ചന്ദ്രക്കലയും തിരുവിതാംകൂർ രാജവംശത്തിന്റെ ചിഹ്നത്തിന്റെ ഭാഗമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഭൂപടത്തിൽ കാണുന്ന സ്ഥലപ്പേരുകളൊന്ന് നോക്കാമോ? ഇത് ഗൂഗിൾ എർത്തുമായി ഒന്ന് കണക്ട് ചെയ്യാമോ? നിങ്ങൾ കാണിക്കുന്ന ഭൂപടം ഗൂഗിൾ എർത്തുമായി നേരിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അതൊരു പഴയ ഭൂപടമാണ്. പക്ഷേ നിങ്ങൾക്ക് ഗൂഗിൾ എർത്തോ മാപ്സോ ഉപയോഗിച്ച് ആ ഭൂപടത്തിൽ കാണുന്ന സ്ഥലങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കാം. എന്നാ ഗൂഗിൾ എർത്ത് വഴി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ദിയ? യെസ്. ഈ വളവും ഈ പുഴേന്റെ വളവും തമ്മിൽ കൃത്യമായിട്ട് മാച്ച് ആവുന്നുണ്ട്. അപ്പൊ ഈ പുഴ തന്നെയാണത്. കാട്ടുപോയ്ക്ക് എസ്റ്റേറ്റോ? അപ്പോ ഈ മാപ്പ് കാട്ടുപോയ്ക്ക് എസ്റ്റേറ്റിലുള്ള വഴിയാണോ? അതെ, അങ്ങോട്ടാരും പോവാറില്ല. അത് വലിയൊരു കാട്ടുപ്രദേശാണ്. അപ്പൊ അമൃതയെ കയറ്റി ജീപ്പും ആ വഴിക്കാവും പോയിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കും പോലീസുകാര് തപ്പിയിട്ട് ആ ജീപ്പ് കിട്ടാഞ്ഞേ. അങ്ങനെയാണെങ്കിൽ അമൃതേച്ചി ആ എസ്റ്റേറ്റിൽ ഉണ്ടാവുമോ? മേ ബി. അർജുൻ അവനും ടീമും വേറെ ഏതോ വഴിക്കാണ് അന്വേഷണം. അതുകൊണ്ട് നമുക്ക് ആരും അറിയാതെ ഈ വഴിക്കൊന്ന് പോയി നോക്കിയാലോ? യെസ്.
എന്നാ വാ, അമ്മ വരുന്നതിന് മുന്നേ നമുക്ക് പോയി നോക്കാം. രഹസ്യങ്ങൾ ഒളിച്ചു വച്ച മണ്ണിൽ സത്യം തേടി അലയുന്നവർ, ഭയമറിയാത്ത നിഴലുകൾ വരവായി വരുന്നു ഞങ്ങൾ. ചേച്ചി, ഞാൻ ആ വണ്ടിയിൽ ഒരു കുട്ടീനെ കൈ കണ്ടു. എനിക്ക് പേടിയുണ്ട് ചേച്ചി. ദിയ, ഇത് നമ്മൾ വിചാരിച്ചാലും വലിയ ഏതോ ടീമാണ്. ഇനി നമ്മളിവിടെ നിൽക്കണത് സേഫ് അല്ല. നമുക്ക് വീട്ടിൽ പോയിട്ട് മാമനോട് കാര്യം പറയാം. കൂടെ വേഗം കഷ്ടപ്പെട്ടു. പോലീസ് പടി കിടക്കേണ്ടി വന്ന ആ കൊതുകിന്റെ ചെക്കു. സോറി സാർ. കൊതു മാത്രല്ല മുട്ടയുണ്ട്. ആ മുട്ടയും കടിച്ച് അർജുന, വലിയൊരു പ്രശ്നമുണ്ട്. എന്താ ഇത് നോക്ക്. എന്താ ഇത്? അത് മരക്കാൻ്റെ പോസ്റ്ററല്ലേ? ഏയ്, ദിയമോളന്ന് മുറ്റത്ത് കളിച്ചോണ്ടിരുന്നപ്പം ഒരു പ്രാവിന്റെ കാലുമെന്ന് പേപ്പർ ചുരുളി കിട്ടി. ഞങ്ങൾ എന്നാൽ ആരും കാണാതെ ആ എസ്റ്റേറ്റിന്റെ ഗേറ്റ് വരെ പോയി നോക്കി. അതിന്റെ ഉള്ളിലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു മാമ, കൈയൊക്കെ കെട്ടിയിട്ടിട്ട്. മാത്രല്ല, ഇന്നലെ എക്സാം കഴിഞ്ഞ് അമ്മേന്റെ സ്കൂട്ടിയിൽ വരുമ്പോ ഒരു ജീപ്പ് കണ്ടു. എസ്റ്റേറ്റിൽ കണ്ട അതേ ജീപ്പ്, അതേ ആള്. ജീപ്പ്. ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് ഫയൽ വാങ്ങിപ്പോയത് ഇതേപോലെ ജീപ്പാണ്. ജീപ്പ്, ഹോസ്പിറ്റൽ, മാപ്പ് എല്ലാം കണക്റ്റഡ് ആണ്. പ്രത്യൂഷ്, ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടും തോന്നുന്നില്ല. പോലീസിന് സഹായം വേണ്ടി വരും. നമുക്ക് SI സാറെന്ന് വിളിച്ചാലോ? വിളിക്കണ്ട, പോയി കാണാം. എന്താ സിയടി, കിഡ്നാപ്പേഴ്സിനൊക്കെ പിടിച്ചോ? സാറേ, നമ്മൾ ഈഗോ ഒക്കെ മാറ്റി വെക്കേണ്ട സമയമായി. സാർ, ഇത് നമ്മൾ ഉദ്ദേശങ്ങൾ വലിയ എന്തോ ആണ്. മനുഷ്യക്കടത്തോ എന്തോ ഓർഗൻ മാഫിയോ അങ്ങനെ എന്തോ ആണ്. നീ പറഞ്ഞത് ശരിയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ക്രൈമായിരിക്കും ഇത്. ഇതാ നോക്ക്, കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാണാതായ പെൺകുട്ടികളുടെ ഡാറ്റയാണിത്. ഇവർക്കൊക്കെ ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. ഒന്നുകിൽ അച്ഛനില്ലാത്തവർ, അല്ലെങ്കിൽ വളരെ പാവപ്പെട്ടവർ, അല്ലെങ്കിൽ ആരും അന്വേഷിക്കാനില്ലാത്തവർ. സാർ, ആ ഹോസ്പിറ്റൽ അറ്റൻഡർക്ക് ഇതുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്.
അതും കൂടി പറയാനാണ് ഞാൻ അങ്ങോട്ട് വന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാവരെയും ടാർഗറ്റ് ചെയ്യാൻ അവർക്ക് പറ്റില്ലല്ലോ. അവരുടെ ഹെൽത്ത് റെക്കോർഡും ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഇവർക്ക് എങ്ങനെ കൃത്യമായിട്ട് കിട്ടുന്നു? അതിന് അവർക്കൊരു ഏജന്റ് ഉണ്ട് സാർ, അവൻ എനിക്കറിയാം. ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റാ. ഒരു ദിവസം അനിൽ എന്നൊരാൾ എന്നെ അന്വേഷിച്ചു. ഞാൻ ഇൻഷുറൻസ് എടുപ്പിച്ച വീടുകളിലെ കുട്ടികളുടെ റെക്കോർഡായിരുന്നു അയാൾക്ക് ആവശ്യം. എനിക്കതിന് നല്ല കമ്മീഷൻ അയാൾ ഓഫർ ചെയ്തു. പക്ഷെ എന്റെ സ്വന്തം പെങ്ങളായോ കിഡ്നാപ്പ് ചെയ്ത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലതാണ്. സ്വന്തം പെങ്ങളെ കാണാനായിട്ട് നീ എന്താണ് പറയാറുള്ളത്? പറഞ്ഞവൻ എന്നെ കൊല്ലൊന്ന് മേടിച്ചിട്ടാ സാറേ. അനിലിപ്പോ ഇവിടെ ഉണ്ട്. പറയടാ. ഇവിടെ അടുത്തുള്ള ഒരു ബംഗ്ലാവില വലിയൊരു ഗ്യാങ്ങനെ അവരുടെ കൂടെ ഉണ്ട്. സാർ, ഞാൻ പ്രത്യൂഷിനെയും കൂട്ടി ആ ബംഗ്ലാവിലേക്ക് പോവാണ്. ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ എന്നെ കോൾ വന്നിട്ടില്ലെങ്കിൽ സാർ ഫോഴ്സിനെ കൂട്ടി അങ്ങോട്ട് വരണം. ഓക്കെ. Hey, how are you, boss? Boss, the shipment is ready, but there is one more slot left in the container. I expect your full attention. Okay, ready, boss. Yesterday, 2 kids saw near that spot. I followed them right away and found their address. The package is secure. Actually, boss, she's my next target. I will share the photo just now. Wait. See? ചുവച്ച മണ്ണിൽ സത്യം തേടി അലയുന്നവർ, ഭയമറിയാത്ത നിഴലുകൾ, വരവായി വരുന്നു ഞങ്ങൾ. അവസാനിക്കാത്ത പോരാട്ടം, സത്യം വെളിപ്പെടുന്നു.